കാർഡിയക് അനസ്തറ്റിസ്റ്റാണ്. അജ്മലിൻ്റെ വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റി ഇന്ന് രാവിലെ 7 മണിക്ക് മാറ്റി. ഇന്നലെ സർജറി കഴിഞ്ഞിട്ടുള്ള ഫേസ് ഇന്നലെ ഒരു ഓവർനൈറ്റ് വളരെ സ്റ്റേബിളായിട്ടാണ് നിന്നിരുന്നത്. മരുന്നുകളുടെ സപ്പോർട്ട് നമ്മൾ സാധാരണ ഒരു ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്യുമ്പോഴത്തേക്കും ഹാർട്ട് ലങ് മെഷീനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് മെഡിസിൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും ഹാർട്ടിൻ്റെ താളം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള മരുന്നുകളുടെ ഡോസൊക്കെ വളരെ ലോ ലെവലിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഹാർട്ടിൻ്റെ റിക്കവറി നമ്മുടെ പ്രതീക്ഷയിലും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിക്കവറിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് രാവിലെ വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റി. സാധാരണ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ വ്യക്തികൾക്ക് വളരെ സ്റ്റേബിളാണ്. അവരുടെ ഓപ്പറേഷൻ മുമ്പുള്ള കണ്ടീഷനെല്ലാം നോക്കിയിട്ടാണ് എത്ര ദിവസം വെന്റിലേറ്റ് ചെയ്യണമെന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നത്. അജ്മലിൻ്റെ സിറ്റുവേഷൻ കുറച്ച് ഒരു വളരെ ഹാർട്ടിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു എങ്കിലും ഈ ഒരു റിക്കവറി വളരെ സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ വെന്റിലേറ്റർ സപ്പോർട്ട് നമ്മുടെ രാവിലത്തെ ഏർലി മോർണിംഗ് ഒരു മീറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗ് നടത്തുകയും 7 മണിക്ക് തന്നെ വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റിയാണെന്നുള്ള തീരുമാനമെടുത്തത്. അതനുസരിച്ച് വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റി. അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വളരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഇപ്പോൾ ലഞ്ച് ഒരു ലൈറ്റ് ലഞ്ച് കഴിച്ചു. അദ്ദേഹം വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നു. ഇനിയുള്ളൊരു പ്ലാൻ എന്ന് പറയുന്നത് കുറച്ച് ഡ്രെയിൻസ് പൈപ്സ് ഉണ്ട്, അതെല്ലാം നാളെ രാവിലെ മാറ്റാൻ പറ്റുമെന്ന് വയ്ക്കുന്നു. ആ ഡ്രെയിൻ പൈപ്പ് മാറ്റിക്കഴിഞ്ഞ് വളരെ സ്റ്റേബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥിതി തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നാളെ ഒന്ന് മൊബിലൈസ് ചെയ്യാൻ സാധിക്കും. ചെയറിലോട്ടൊക്കെ ഇരുത്തും. പിന്നെ സ്ലോ മൊബിലൈസേഷൻ. ഓവറോൾ ഒരു ICU സ്റ്റേ വരുന്നത് ഒരു 3-4 ദിവസമായിരിക്കും. ഇപ്പോഴത്തെ ഒരു റിക്കവറിയുടെ സ്പീഡ് കണ്ടിട്ട് തോന്നുന്ന ഒരു 4 or 5 days, മാക്സിമം 5 days അത് ഞാൻ റൂമിലോട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇന്ന് രാവിലെ വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റിയ ശേഷം കണ്ടായിരുന്നു. ഞാൻ ഡോക്ടർ സെറിൻ, അജ്മലിന്റെ സിസ്റ്ററാണ്. ഞങ്ങൾക്കൊരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു സമയമായി തോന്നുന്നു ഇപ്പോൾ. ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറയാണ്. അതുപോലെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് ആത്മവിശ്വാസം തന്നിട്ടും ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും അതേപോലെ ഹോസ്പിറ്റലിന്റെ എല്ലാ വിഭാഗങ്ങളിലുള്ളവർക്കും ഞാൻ നന്ദി പറയാണ്. ഇതിൽ ഞങ്ങൾ മറക്കാതെ ഞങ്ങൾ ഹൃദയം തുറന്ന് ഞങ്ങൾ അജ്മലിന്റെ ഫാമിലിക്ക് വേണ്ടി മൊത്തം ഞാൻ റെപ്രസെന്റ് ചെയ്ത് ഞാൻ നന്ദി പറയുന്നത് അമലിന്റെ ഫാമിലിനോടാണ്. അമലിന്റെ ഫാമിലി എടുത്ത ആ ഒരു തീരുമാനം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നിപ്പോ ഞങ്ങളൊരു ചിരിക്കുന്ന മുഖം ഉണ്ടെങ്കിൽ അമലിന്റെ വീട്ടുകാരെടുത്ത ആ തീരുമാനം കൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് ഞങ്ങൾ ഹൃദയം തുറന്ന് നന്ദി പറയുന്നു. അമലിന്റെ ആത്മാവിന് അതിന്റെ തക്കതായ ഒരു ആത്മശാന്തി ലഭിക്കാൻ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ജോസ് ചാക്കോ സാറിന്റെ നേതൃത്വത്തിൽ നടന്ന എല്ലാ സർജറിയും നന്നായി നടന്നു എന്ന് സാറ് പറഞ്ഞു. ഞങ്ങൾ നല്ല ശുഭാപ്തി വിശ്വാസത്തോടെയാണ് നിൽക്കുന്നത്. ഹോസ്പിറ്റലിലുള്ള എല്ലാ അധികൃതർക്കും ഹൃദയം തുറന്ന് നന്ദി പറയുന്നു. അതേപോലെ ഇവിടെ അധികാരികൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു, സർക്കാരിനോട് ഇതൊരു വട്ടം ജസ്റ്റ് ഇൻഫോം ചെയ്യുന്നതിന് മുമ്പേ അവർ കംപ്ലീറ്റ് നടപടികൾ എടുത്തിരുന്നു. ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും ആംബുലൻസ്, പോലീസ് എല്ലാവരും കൂടി ഒരു ഹാഫ് ആൻ അവറോട് കൂടിയിട്ട് ഒരു ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയുള്ള എല്ലാ കംപ്ലീറ്റ് സെറ്റപ്പും അവർ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പോലീസ് മേധാവികളോട്ടെ സർക്കാരോട്ടെ ഇപ്പം മിനിസ്റ്റർ രാജീവിനോടാണ് നന്ദി പറയുന്നത്. അതേപോലെ പിണറായി സാറിനോട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഹെലികോപ്റ്ററിനെ വേഗം തന്നെ റെഡിയാക്കി തന്നതിന്. അതേപോലെ ആംബുലൻസ് വളണ്ടിയേഴ്സ് അവരോടൊക്കെ നന്ദി പറയുകയാണ്. അത് കൂടാതെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് അജ്മലിന് ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള അറിയാതെ നിന്നിരുന്നൊരു സമയത്ത് ഞങ്ങളെ പുഷ് ചെയ്ത് വിട്ടത് കോട്ടക്കൽ മിംസിലെ ഡോക്ടർ സുഹൈലാണ്. സുഹൈലിന്റെ നിർബന്ധത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ മാസം വന്നിട്ട് ഇവിടെ വന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവിടുന്ന് രജിസ്റ്റർ ചെയ്ത് ഒരാഴ്ച കൂടുമ്പോൾ തന്നെ ഇവിടുന്ന് കോള് വന്നിരുന്നു അജ്മലിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവരെപ്പോഴും ഞങ്ങളെ ഫോളോ അപ്പ് ചെയ്തിരുന്നു ലിസി ഹോസ്പിറ്റലിലുള്ളവര്. അപ്പൊ അവരത്രയും കെയർ എടുത്തിട്ടുണ്ട്. അജ്മല് അവിടെ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും തുടരെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇവരുടെ ആ ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ ഒരു ശുഭാപ്തി വിശ്വാസം. ഞങ്ങളൊരു ഇത്ര പെട്ടെന്നൊരു ഡോണർ ലഭിക്കുക, അതുപോലെ ഇങ്ങനൊരു സർജറി ഞങ്ങൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ സ്പീഡിൽ എല്ലാം നടന്നു. ഒരു സ്വപ്നം കണ്ണു തുറന്ന പോലെയാണ് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞത്. ജോസ് ചാക്കോ സാറും പറയുന്നു സാധാരണയിൽ കൂടുതൽ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾക്ക് സർജറി ചെയ്ത് തീർക്കാൻ പറ്റിയതെന്ന് പറഞ്ഞു. അതെല്ലാവരുടെയും പ്രാർത്ഥനയും ദൈവത്തിന്റെ സഹായമായി ഞങ്ങൾ കണക്കാക്കുന്നു. എല്ലാവരോടും ഹൃദയം തുറന്ന് നന്ദി പറയുന്നു. രാവിലെ ഞാൻ കയറി കണ്ടായിരുന്നു. അപ്പോൾ ആള് സംസാരിച്ചു, കണ്ടപാട് ചിരിച്ചു. നല്ല സന്തോഷമുണ്ട് ആൾക്ക് കണ്ടപ്പോൾ.
അപ്പോൾ കേറുന്ന ആ ഒരു മിനിറ്റ് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞാല് നമുക്ക് അവന്റെ വീട്ടുകാരെ പോയി കാണണം എന്ന് അത് പറഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കേറിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ കണ്ടപ്പോ സംസാരിച്ച് കേട്ടപ്പോ വളരെ സന്തോഷമായി. ഈ സമയത്ത് എന്താ പറയണ്ടേന്ന് അറിയണില്ല. ദീദി പറഞ്ഞ പോലെ ഒരു സ്വപ്നം കണ്ട് നീറ്റ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണത്. പെട്ടെന്ന് അവര് വിളിച്ച് കോള് വന്നതും ഇവിടെ വന്നതൊക്കെ നമുക്കൊരു സ്വപ്നം കണ്ട പോലെയാണ് തോന്നണം. എല്ലാവരോടും നന്ദി പറയാണ്, മീഡിയക്കാരോടും ഡോക്ടർമാരോടും നമ്മളെ ഫാമിലിനോടും. പ്രത്യേകിച്ച് ഞങ്ങളെ സുഹേൽ സാറിനോട് ഒരിക്കലും മറക്കാൻ പറ്റില്ല സാറിനെ. കാരണം സാറ് നിർബന്ധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തുന്നതും. നമ്മളെ ഭാഗ്യം കൊണ്ട് 2 ആഴ്ചന്റെ ഉള്ളിൽ നമുക്ക് കിട്ടാനും ഒക്കെ നമ്മളെ ഭാഗ്യം പഠിച്ചവന്റെ. ഈ നേരത്തെ എല്ലാവരോടും നന്ദി പറയാണ്. ആൾക്ക് ഈ വർഷം ജാനുവരി 1-നാണ് ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടിയിട്ട് അന്ന് പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്ന ആളായിരുന്നു. അപ്പൊ അന്ന് രാവിലെയാണ് പെട്ടെന്ന് നെഞ്ചുവേദന വന്നിട്ട് ഒരു 3-4 മണിക്കൂറോളം ആള് ഗ്യാസിന്റെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ട് രാവിലെയാണ് പോയി കാണിക്കുന്നത്. ആ ടൈമിൽ പോലും നമ്മളോട് വിളിച്ചിട്ട് എനിക്ക് ഗ്യാസിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഡോക്ടറെ കാണാൻ പോവാണെന്ന് പറഞ്ഞു പോയ ആളാണ്. പിന്നെ നമ്മൾ അറിയുന്നത് അവിടെ സർജറി കഴിഞ്ഞ് കിടക്കുകയാണെന്നാണ് അറിയുന്നത്. അവിടെ 15 ദിവസത്തോളം വെന്റിലേറ്ററിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നേരെ നാട്ടിൽ വന്നതിന് ശേഷം അന്ന് തന്നെ ആൾക്ക് വീണ്ടും വയ്യാണ്ടായിട്ട് അന്ന് മുതൽ ഈ 9-10 മാസം നമ്മൾ മിംസ് ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ മാസം 2-3 അഡ്മിറ്റ് ഒക്കെ ആയിട്ട് ആൾക്ക് വയ്യാണ്ടും അങ്ങനെ പോയിരുന്നു. ലാസ്റ്റ് ഒരു ഏകദേശം റിക്കവർ ആയി ഒന്ന് ആൾ സ്റ്റേബിൾ ആയി എന്ന് കണ്ടപ്പോൾ ഡോക്ടറാണ് നമ്മളോട് പറഞ്ഞത് ഇവിടെ വരാനും ഇത്രയും ദൂരം ട്രാവൽ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാണിക്കാതെ അവിടെ തന്നെ വെച്ച് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സാറ് അവിടുന്ന് തന്ന ട്രീറ്റ്മെന്റും അവിടുത്തെ ഡോക്ടർമാർ തന്ന ട്രീറ്റ്മെന്റും സാറ് തന്ന ധൈര്യം കൊണ്ടാണ് നമ്മൾ ഇവിടെ ആ ഒരു കണ്ടീഷനിലുള്ള ആളായിട്ട് ട്രാവൽ ചെയ്ത് ഇത്രയും ദൂരം വന്നത്. പക്ഷെ അത് കുറച്ചും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു എന്ന് ഇപ്പൊ തോന്നുക. ഞങ്ങള് മീഡിയക്കാരോടും കൂടി നന്ദി പറയാണ്. കാരണം ഇതിന് തൊട്ട് കഴിഞ്ഞ മാസം നടന്ന 2 ഹാർട്ട് സർജറികൾ മീഡിയ ഞങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്ത് തന്നതും ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ മാധ്യമങ്ങൾ ഒരു സാധാരണക്കാരിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഒരു സാധാരണക്കാരിയായ ഒരു അമ്മക്ക് എന്റെ മകന്റെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യണം എന്നുള്ള ചിന്ത ഉണ്ടായത് പോലും. അതിന് ഞങ്ങൾ മാധ്യമങ്ങളോട് ഹൃദയം തുറന്ന് നന്ദി പറയുകയാണ്. അതുപോലെ ഓരോ ആൾക്കാർക്കും ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഇതിൽ കൂടെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഒരു പുതുജീവൻ ലഭിക്കുന്നുണ്ടെന്നുള്ളതും ആ ഒരു മാധ്യമധർമ്മത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഡോക്ടർ സിറിൻ ജസീല. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.